ഇതാണ് ഞങ്ങളുടെ ആര്യക്കുട്ടന്റെ വീട്. സൂര്യമാനസം വഴിയറിയാദേവി തുമ്പിയോ മേഘനമ്പരം ഏതു വിമോഹതലങ്ങളിൽ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? അച്ഛനമ്മ നല്ലോണം നോക്കണം. ഇത് വീടല്ലേ ഇത്? അമ്മ പണ്ട് പാട്ട് പഠിപ്പിച്ചോണ്ടിരുന്ന ഇതിലാണോ? ഇതിപ്പോ പൊടി പിടിച്ചിരിക്കാണല്ലോ. വന്നപ്പോ തന്നെ ചേട്ടനെ വിട്ടിരുന്ന ഒരു പടം വരയിലാണ്. ദൈവമേ, കലാകാരന്മാരുടെ ഒരു വലിയൊരു ഹബിലേക്ക് തന്നെയുള്ള ഞാൻ കയറിയേക്കുന്നത്. എവിടെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അവിടെ എത്ര കോടി ആൾക്കാര് കണ്ട മൊമെന്റ് ആണത്. അനാദരവായിട്ട് ആരും കാണരുത്, ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇത് നമ്മുടെ സ്വന്തം ആര്യനെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 4 നമ്മളെ ഞെട്ടിച്ച് നമ്മുടെ സുന്ദരക്കുട്ടനാണ് നിൽക്കുന്നത്. അപ്പോൾ ആര്യക്കുട്ടൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള. അപ്പോൾ ആര്യക്കുട്ടൻ പറഞ്ഞു എന്നോട് വീടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം, ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കാണാമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വാ. ഇവിടെ വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ. എവിടെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്? ഇവിടെ പണ്ട് കളിക്കായിരുന്നു, പിന്നെ ഇപ്പൊ ഇത് വിൽക്കായിട്ട്. പണ്ടൊക്കെ ഇവിടെ മൊത്തം പാമ്പായിരുന്നു. പാമ്പാ? എവിടെ? ഇവിടെയോ? ഇവിടെ മൊത്തം കാടായിരുന്നു, വയല് പോലെയായിരുന്നു. അപ്പൊ ഞങ്ങളാണെങ്കിൽ രാത്രിയൊക്കെ കടയിൽ വല്ലതും പോകണമെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ടോർച്ച് അടിച്ച് പോകണം. അന്നൊരു ദിവസം വല്യച്ഛനാണെങ്കിൽ ഇതേ കൂടെ പാമ്പ് വന്നായിരുന്നു ഇവിടെ. ഇവിടെ ഇവിടെയൊക്കെ പാമ്പുണ്ടായിരുന്നു. ഭയങ്കര ഡേഞ്ചർ ഏരിയ ആയിരുന്നു. അപ്പൊ അതൊക്കെ മാറിയിട്ടോ, അതൊക്കെ വെട്ടി തെളിച്ച് ഇവിടെ അല്ലേ മൊത്തം വെളിച്ചമാക്കി കളഞ്ഞു. ഇവിടെ ഈ ചെടിയൊക്കെ ആര് കേട്ടോ? ഇതേ ആര്യക്കുട്ടന്റെ അച്ഛനിരിക്കണ്ട്. നമസ്കാരം. ഈ ചെടിയൊക്കെ ആര് കേട്ടോ? ഇത് ചേട്ടൻ നട്ടത്. ഇതിൽ ആര് നട്ട ചെടി ഏതാ? കാണിക്ക്. ഇത് നട്ടിട്ടുണ്ട്. ഇതോ? ഈ ചെടി കമ്പ് മുറിച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു? കമ്പ് മുറിച്ച് നട്ടത്. പിന്നെ ഇതൊക്കെ ഞാൻ ചേട്ടനൊക്കെ നട്ടതാ. ഇതൊക്കെ നട്ടാണ്. എല്ലായിടത്തും ഒരു ഗ്രീൻ വസന്തം അങ്ങോട്ട് പടർത്തി വെച്ചേക്കണേ. എന്റെ അമ്മ എന്ത് വീണത്? മാങ്ങ. പേടിക്കണ്ട, തലയിൽ വീണില്ല. ഇതാണ് നമ്മുടെ ആര്യക്കുട്ടന്റെ വീടല്ലേ? എന്തായാലും മുറ്റത്തൊക്കെ നിറച്ചും ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല തണലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതേ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അമ്മയെ നമസ്കാരം. ചെരുപ്പൊന്നും ഊരിടേ. കുഴപ്പമുണ്ട്. എന്നെ ആൾക്കാർ കമന്റിൽ കൂടി ചീത്ത വിളിക്കുക ആദ്യം. ഇതാ നമ്മുടെ ആര്യക്കുട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ ഉണ്ട്. അച്ഛൻ ഓട്ടോ ഇപ്പൊ പോകാൻ സമയമായോ? ഓക്കെ. അപ്പം നമുക്കൊന്ന് വീടിന്റെ അകത്തൊക്കെ ഒന്ന് കയറിയിട്ട് വന്നാലോ? ഓക്കെ, വാ. അപ്പൊ ഇതാണ് ആര്യക്കുട്ടന്റെ വീട്. ഇതാ വന്നപ്പോ തന്നെ ചേട്ടനെ വിട്ടിരുന്ന ഒരു പടം വരയിലാണ്. എന്താണ് ചേട്ടന്റെ പേര്? സൂര്യനും ആര്യയും. കൊള്ളാം, മിടുക്കൻ ചേട്ടൻ. നല്ല അടിപൊളിയായിട്ട് പടം വരയ്ക്കൂട്ടോ. അതാ നല്ല അടിപൊളിയായിട്ട് പടമൊക്കെ വരച്ചോണ്ടിരിക്കുന്നുണ്ട്. ദൈവമേ, കലാകാരന്മാരുടെ ഒരു വലിയൊരു ഹബിലേക്ക് തന്നെയുള്ള ഞാൻ കയറിയേക്കുന്നത്. ഇതാരാ മാർക്കിട്ട് തന്നേക്കണേ? ഞാൻ തന്നെയാണാ? അമ്പടാ, പടം വരച്ചിട്ട് ചേട്ടൻ തന്നെ മാർക്കിട്ട് വെച്ചേക്കണേ. കൊള്ളാടാ. നമ്മൾ വരക്കുന്നതിന് നമുക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാകുന്ന നല്ലതാ, മിടുക്കൻ. പാട്ട് പാടിയില്ലേ? പാട്ട് പഠിച്ചില്ലേ? സൂര്യനെ പഠിപ്പിക്കാൻ നോക്കിയിട്ടാണ് ആര്യനിൽ എത്തിയത് പാട്ട്. അപ്പൊ വരച്ച് നടക്കട്ടെ കേട്ടാ. എന്തായാലും ഇത് വീണല്ലേ? ഇത് ആരുടെയാ? അമ്മ പണ്ട് പാട്ട് പഠിപ്പിച്ചോണ്ടിരുന്ന ഇതിലാണോ? ഇതിപ്പോ പൊടി പിടിച്ചിരിക്കാണല്ലോ. ഇതൊന്നും എടുക്കാറില്ലേ ഇപ്പൊ? ഓക്കെ. ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റില്ലേ? ഇതിപ്പോ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഇത് കൊറേ നാളോ എടുത്തിട്ട്? ഇതൊക്കെ നമുക്ക് കിട്ടിയേക്കുന്നതല്ലേ? എവിടെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അവിടെ മുകളിൽ നമുക്ക് എടുത്താലോ? CPIയും വാളത്തുങ്കൽ ലോക്കൽ കമ്മിറ്റി എല്ലാ പാർട്ടിക്കാരും തന്നിട്ടുണ്ടല്ലേ? ഇതാണ് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ. കണ്ട എത്ര കോടി ആൾക്കാരെ കണ്ട മൊമെന്റ് ആണത്. ചെറുതായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ശരിയാക്കി വെക്കാം അല്ലേ? നമുക്ക് ഉള്ള സ്ഥലപരിമിതിയിൽ വെച്ചേക്കണേണ്. അതെ, സമ്മാനത്തിനോടുള്ള അനാദരവായിട്ട് ആരും കാണരുത്, ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല. എല്ലാം എടുത്തോടുത്ത് വെക്കട്ടെ. നമുക്കിതെല്ലാം എന്താ പറയുക, വെക്കാനുള്ളൊരു സ്ഥലപരിധി, അതിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത് അല്ലേടാ? ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. വാ. അമ്മേ നമസ്കാരം. എവിടെ? അമ്മാമ്മേനെ കാണിച്ചു തരാന്നുണ്ട്. അമ്മമ്മനെ കാണിച്ചു തന്നില്ല. എവിടെ അമ്മമ്മ? എവിടെ? അമ്മമ്മ ഉറങ്ങുക. വിളിക്കട്ടെ? കുഴപ്പമുണ്ടോ? അമ്മാമേ
അമ്മമ്മേ പാവം നല്ല ഉറക്കത്തിൽ കിടന്നു കുഴപ്പമില്ല അമ്മ അമ്മ അത് കുഴപ്പമില്ല. അതെന്താ എല്ലാരും പോകുന്നല്ലേ അല്ലേ? അമ്മമ്മയുടെ പേരെന്താ? സാവിത്രിയ. വാ ഇങ്ങ് വന്നേ, അരിക്കുട്ടിങ് വന്നേ. അമ്മാമ്മക്ക് പാട്ട് ഇഷ്ടമാണോ അരിമോന്റെ? ആണോ? ചെവി കേൾക്കാൻ പാടില്ല ആണോ? ഓ ആണോ? ഇപ്പൊ കേക്കാമോ? എന്റെ ശബ്ദവും കേൾക്കേണ്ടതാണല്ലോ. എന്തായാലും കുഴപ്പമില്ല, അമ്മാമ്മ കിടന്നോട്ടെ കേട്ടാ. വായോ നോക്കി ഞാൻ അടുത്ത സ്ഥലത്തേക്ക്. ഇതാണ് റൂം. ആരാണ് ഇവിടെ തയ്ക്കുന്നത്? അമ്മ തയ്ക്കുന്നുണ്ട്. ഇതാണ് ആരിക്കുട്ടൻ റൂം. ചേട്ടൻ ഇവിടെയാണോ നടക്കുന്നത്? ചേട്ടൻ താഴെ കിടക്കോ? എടാ ചേട്ടന് താഴെ കിടത്തിയാ? ചേട്ടന് താഴെ കിടക്കുന്നതാണോ ഇഷ്ടം? ഓക്കെ. ഇവിടെ ഇരുന്നിട്ടാണോ പഠിക്കുന്നതൊക്കെ? ആ ഇവിടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പാട്ടൊക്കെ പാടാറുണ്ടോ? അന്ന് ഇപ്പൊ ഒരു പാട്ട് പഠിക്കേ. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകൾ പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഓ കലക്കി. എന്റെ കൂടെ അങ്ങോട്ട് പോയി എറണാകുളത്തേക്ക്. ഓക്കെ നോക്കി ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? ഓക്കെ ബാ. ഇതാണ് കിച്ചൺ അല്ലേ? അടിപൊളി. എല്ലാം അമ്മ അവിടെ പണിയില്ല. നടക്കട്ടെ. ഇവിടെ എവിടെ പച്ചക്കറി കാട്ടാണ്? ഇവിടെയാണ്. അന്ന് പച്ചക്കറി ആട്ടുണ്ട്. ഇവിടെ പട്ടിക്കൂട്ടൻ ഉണ്ടല്ലേ? അമ്മേ എന്താ എന്റെ പേര്? ഹായ്. അയ്യോ എടാ ഒന്നും തന്നെ വിട്ടോ രക്ഷോട്ടോ. എടാ പോണ് ടാറ്റ ഒന്ന് വിളിച്ച്. ആ അതെ അച്ഛൻ പറഞ്ഞ കേക്കുണ്ട്. ഓ അയ്യോ ഇതല്ലേ നമ്മുടെ പച്ചക്കറി കാട്ടാണ്? ഇതൊക്കെ ആരാണ്? അമ്മയാണ്. ഒരുപാട് പച്ചക്കറി ഇവിടെ നട്ടിട്ടുണ്ട്. ആവുന്ന രീതിയിൽ കുറച്ച് പച്ചക്കറി അല്ലേ? ഇതെന്താന്ന് അറിയാമോ? ഇപ്പൊ ശരിയാക്കി തരാം. ഇതെന്താ അറിയാമല്ലോ? അന്ന് ഇതെന്താ? ആ മരച്ചീനി. ഓക്കെ അതെന്താ? ഇതെന്ത് പുളിയാ? ഇരുമ്പിക്ക. ഓക്കെ അത്ര മതി. ഇത്ര പറഞ്ഞാൽ മതി. ബാക്കി എല്ലാം സെറ്റാണ്. ഓക്കെ ഇവിടെ എന്താണ് പേര്? ജിമ്മി അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അപ്പുറത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ബാ. അപ്പൊ നമ്മുടെ വീടൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആര്യക്കുട്ടന്റെ വീട് അല്ലേ ആര്യക്കുട്ടാ? ഓക്കെ. ആര്യക്കുട്ടന്റെ ചേട്ടൻ നല്ലൊരു എന്താ പറയുക ചിത്രകാരനാണ്. അവിടെ വരച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ പിടിച്ചോണ്ട് വന്നതാണ്. എന്താണ് ആര്യക്കുട്ടാ ഇനി എന്താണ് അടുത്ത മോന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? എനിക്ക് നല്ലൊരു പാട്ടുകാരനാണ്. പിന്നെ ഈ മാസം വീട് ജപ്തി ആയിരിക്കുക. നമ്മുടെ വീട് ജപ്തി ആയിരിക്കുക. അതൊക്കെ ഇത് മാറ്റണമെന്നുണ്ട്. പിന്നെ അച്ഛനമ്മയെ നല്ലോണം നോക്കണമെന്നുണ്ട്. എല്ലാം ശരിയാവൂടാ. എല്ലാം ശരിയാവും. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. എല്ലാം റെഡിയാവും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പാട്ടും കൂടി പാടിയിട്ട് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ പാടിക്കോളൂ. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം ഏതു വിമോഹതലങ്ങളിൽ ജീവിത നൗകൈതേറുമോ ദൂരെ ദൂരെയായിൻ തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം. താങ്ക് യു അന, താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായാലും ആര്യക്കുട്ടനെ പോലത്തെ ഒരു വലിയ കലാകാരനെ ഇതുപോലെ എത്ര അടുത്ത് കാണാൻ പറ്റിയാലും മോൻ്റെ പാട്ടൊക്കെ നേരിട്ട് കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ആ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ. എല്ലാ ആഗ്രഹങ്ങളും നന്നായിട്ട് നടക്കട്ടെ കേട്ടോ. സുന്ദര കുട്ടനാണ്. ഓക്കെ ഓക്കെ മോനെ, താങ്ക് യു.